ഈ വിഷയത്തിൽ നമ്മൾ കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊക്കെ പോവുകയാണ്. ഇപ്പോൾ സാമൂഹിക പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി തത്സമയം റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുകയാണ്. അഷ്റഫ് താമരശ്ശേരി, കേൾക്കാമോ? ഹലോ, കേൾക്കാം. ശരി, ഇപ്പോൾ ഈ അപകടത്തിൽ മരിച്ചവരും അല്ലാത്തവരുമൊക്കെ ആയിട്ടുള്ള പ്രവാസികളെ, നൂറുകണക്കിന് പ്രവാസികളെ അവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ള ഒരു സാമൂഹിക പ്രവർത്തകനാണ് താങ്കൾ. അപ്പോൾ താങ്കളുടെ അറിവിൽ, താങ്കളുടെ ഓർമ്മയിൽ ഇത്തരത്തിൽ കൂട്ടമായി ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികൾ മുൻപ് മരണപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും കൂടുതൽ മലയാളികൾ മരണപ്പെട്ടില്ല. 15-20 ആളൊക്കെ ഒരുമിച്ച് മരിച്ച് എൻ്റെ അറിവിലുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നോർക്കാണ് ഇതിൽ ബന്ധപ്പെടുന്നത്. ഇനി എവിടെ പോയാലും നോർക്കിൻ്റെ ആളുകൾ സഹായിക്കാനും ഉണ്ട്. പിന്നെ എനിക്ക് ഈ മലയാളികളെ ഇത്രയും പെട്ടെന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞ നോർക്കിനോട് ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതേ ഇന്ത്യക്കാരെന്നെ ബാക്കിയുള്ള രാജ്യക്കാർ അവരോട് നിങ്ങൾ സഹായിച്ചു കൊടുക്കണം. ഇതിൻ്റെ കൂടുതൽ അവരെ ബോഡിയും അവരെ നാട്ടിലെത്തിക്കാനുള്ള സൗകര്യം നോർക്ക് അവിടെ ചെയ്തു കൊടുക്കണം കുവൈത്തിൽ നിന്ന്. പിന്നെ ഒരു ഫ്ലൈറ്റിൽ ഒരു ബോഡി അവർ കയറ്റു. രണ്ടാം ബോഡി കയറ്റണമെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് അയച്ച് കൊണ്ടുവരാനേ പറ്റൂ. ശരി, വ്യക്തമാണ്. ശ്രീ അഷ്റഫ് താമരശ്ശേരി, ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സാമ്പത്തിക ചെലവേറിയ കാര്യമാണല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു ചെലവ് ആരാണ് വഹിക്കുന്നത്? ചെലവ് വഹിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് വഹിച്ചില്ലെങ്കിൽ പ്രവാസികൾ വഹിക്കും. പ്രവാസികളാകുമ്പോൾ അതിന് ചിലവ് വഹിക്കാൻ 100 ആൾ മുമ്പോട്ട് വരും. അതിന് ഒരു പ്രശ്നമില്ല. പൈസൻ്റെ കാര്യത്തിലും ചിലവിൻ്റെ കാര്യത്തിലും പ്രവാസികൾക്ക് ഒരു ബുദ്ധിമുട്ട് വരില്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇങ്ങനെ പ്രവാസികൾ മരണപ്പെടുമ്പോൾ അവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുക, കുടുംബത്തിനടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൃതദേഹങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രതിസന്ധി നേരിടുന്നത് ഏത് ഘട്ടത്തിലാണ്? പ്രതിസന്ധി എന്ന് വെച്ചാൽ അവിടെ മരണമൊക്കെ വരുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ് നല്ല 100% സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഇവിടുന്ന് ഒരു ലെറ്റർ വേണം, നല്ല ബോഡി കൊണ്ട് കയറ്റി വിടാൻ കഴിയും. ഇപ്പോൾ പുതിയ നിയമമാണ് അത്. ആദ്യം നിയമമില്ലായിരുന്നു. പക്ഷേ ആ നിയമം എന്ന് എടുത്തു കളയേണ്ട നിയമമാണ്. നമ്മുടെ നാട്ടിലുള്ള വേറൊരു ലോകത്ത് ഒരു സ്ഥലത്തേക്കും ആ നിയമമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഗവൺമെൻറ് 5 ലക്ഷം 10 ലക്ഷം 2 ലക്ഷം കൊടുക്കാൻ കുടുംബത്തിൽ പറഞ്ഞത്. അതിന് കൂടുതൽ ആ കുടുംബത്തിൽ ഇത്രയും ചെറുപ്പക്കാർ മരണപ്പെട്ട് കൂടുതൽ ആളുകളും ഈ ക്യാമ്പിൽ താമസിക്കാറ് അത്രയും ഇവിടെ ബുദ്ധിമുട്ടും കാര്യവും അനുഭവിക്കുന്ന പ്രവാസികളായിരിക്കും. കൂടുതൽ പ്രവാസികളും അങ്ങനെ തന്നെയാണ്, വലിയ ബിസിനസ്സുകാരല്ല. അപ്പോൾ അവർ കുടുംബത്തിന് ആർക്കെങ്കിലും ഒരു ജോലി ഗവൺമെൻറ് അല്ലെ കേന്ദ്ര ഗവൺമെൻറ്റോ റെയിൽവേയിലോ എന്തെങ്കിലും ഒരു ജോലി കൊടുത്താൽ അവർ ജീവിതം മുട്ടൂല. അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. പൈസ കൊടുക്കാൻ നല്ലത് അതാ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ അപകടത്തിൽ തന്നെ ഒരു 7ഓളം പേർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും പുതുതായി അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിൽ പരിക്ക് പറ്റിയ ആളുകളെയൊക്കെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? അതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ എങ്ങനെയാണ്? പരിക്ക് പറ്റിയത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കൊണ്ടുവരാണ്ട് നിൽക്കുകയാണ് നല്ലത്. അതിലും നല്ല ചികിത്സ അവിടെ കിട്ടും. അവിടുത്തെ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ അത്രയും ഒരു പരിക്ക് ഒരാളെ പറ്റിയ ഒരു മനുഷ്യന് പരിക്കേറ്റ് അത്രയും അവർ നോക്കും, ഡോക്ടർമാർ നോക്കും. പരിക്കേറ്റത് ഇവിടുത്തെ കാട്ടും നല്ല അവിടെ തന്നെ നിൽക്കുകയാണ് നല്ലത്. പിന്നെ അത്ര ബുദ്ധിമുട്ടുള്ളവർക്ക് വരാനേ പറ്റും. പിന്നെ കൊണ്ടുവരാനും പണിയാണ്. പരിക്കേറ്റ ഇങ്ങനത്തെ തീ വെന്തവർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അടുത്ത് എൻ്റെ ഒരു അറിവ് 5 ആൾ മരണപ്പെട്ടു. അതിൽ ഒരു ഇന്ത്യക്കാരി ലേഡിയും അവളെ ഭർത്താവ് രക്ഷപ്പെട്ടു, അവൾ മരിച്ചു. പിന്നെ ഈ തീ വെന്ത് കണ്ടിട്ട് 19 തന്നെ താഴെച്ചാടിയ ഒരാൾ അവരെ തല പൊട്ടി അങ്ങനെയാണ് മരണപ്പെട്ടത്. പക്ഷേ അതിൽ പരിക്ക് പറ്റിയാലൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ സുഖമായി വന്നതാണ്. 5 ആളെ മരണപ്പെട്ടില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഒരു മരണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണല്ലോ താങ്കൾ. ഈ തൊഴിലാളികൾക്ക് നൽകുന്ന ഒരു സുരക്ഷ അത് കുറയുന്നതിൻ്റെ ഭാഗമായി ഈ അപകടങ്ങൾ ഇത്തരത്തിൽ വർദ്ധിക്കുന്നതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് അവരുടെ ഒരു താമസ സൗകര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ലേബർ ക്യാമ്പുകളിലൊക്കെ തിങ്ങിക്കൂടി താമസിക്കുന്ന പ്രവാസികളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യം എങ്ങനെയാണ്? അത്തരത്തിലുള്ളത് കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ടോ? പ്രതിസന്ധി വെച്ചാൽ അത് അവിടുത്തെ ഗവൺമെൻറ്റിന് അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഓണറെ പറഞ്ഞ ഒരു കാര്യമില്ല. കാരണം ഈ ലേബർ ക്യാമ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു 10, 1000, 500, 2000 ആളുടെ ക്യാമ്പായിരിക്കും. അതൊരു കാരണം വെച്ചാൽ കുറേ അവർ വൃത്തിയാക്കൂ, അവിടുത്തെ ഗവൺമെൻറ്റിന് സപ്പോർട്ടുണ്ടാവും. പിന്നെ വലിയക്കാരൊന്ന് ചെക്ക് ചെയ്യൂ. എന്നാലും ലേബർമാർ ആ ക്യാമ്പ് വൃത്തിയാക്കും. അവിടെ തുപ്പി ഇവിടെ തുപ്പി അല്ലെങ്കിൽ മുറുക്കാത്ത എന്തെങ്കിലും ആക്കിയിട്ട് പല നാട്ടിലുള്ള ആളുകളേക്കും ഉണ്ടാകുക. അപ്പോൾ ഗവൺമെൻറ്റിന് ഭാഗത്തോളം കഴിയുന്ന അവർ ചെയ്യൂ. പിന്നെ ക്യാമ്പയിൻ ഇതൊക്കെ എപ്പോഴെങ്കിലും വരുന്ന സംഭവങ്ങളാണ്. ഇതിപ്പോൾ 10 കൊല്ലം കൂടുമ്പോൾ 100 കൊല്ലം കൂടുമ്പോൾ വരുന്നത്. ഇത് എന്നും തീപിടിക്കുന്ന സംഭവമില്ല. അത് അവരുടെ സേഫ്റ്റി കൊണ്ടാണ്.
സേഫ്റ്റി കുറവുണ്ടായിരിക്കുമല്ലോ ഇതെന്തെങ്കിലും ഇത് പറ്റിപ്പോയിണ്ടാവും. ചൂടാണ്, ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഈ ടൈമിൽ, ഭയങ്കര ചൂടാണ് കുവൈത്തിൽ. ഇപ്പോൾ നാളെ ഈ പെരുന്നാൾ അവധിയിലേക്ക് കടക്കുമ്പോൾ ഓഫീസുകൾ അടച്ചിടുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും പുതിയ പ്രതിസന്ധികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല, അത് 100% ഇല്ല. കാരണം ഈ ഒരാൾ മരണപ്പെട്ടാൽ ഇനി UAE-ലായാലും എവിടെ ആയാലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അത് വന്ന് ചെയ്തു തരും. അതിന് ഏത് നാട്ടുകാരും ചെയ്തു തരും. ശരി, ശ്രീ അഷ്റഫ് താമരശ്ശേരി നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന് നന്ദി.